കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായി സഞ്ജു സാംസന്റെ പിതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. 11 വയസ്സുള്ളപ്പോൾ തന്നെ സഞ്ജുവിൻ്റെ കരിയർ നശിപ്പിക്കാൻ KCA എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്ന് സാംസൺ വിശ്വനാഥ് ആരോപിക്കുന്നു. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും മുഖ്യ പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിൻ്റെ ഇടപെടലിലൂടെയാണ് സഞ്ജു അന്ന് രക്ഷപ്പെട്ടതെന്നും വിശ്വനാഥ് അവകാശപ്പെടുന്നു. രാഹുൽ ദ്രാവിഡിനെക്കുറിച്ചുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. KCA സഞ്ജുവിനെ അവഗണിക്കാനും കരിയർ നശിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ ദ്രാവിഡ്ജി ഇടപെട്ടിരുന്നു. സഞ്ജു ഇന്നത്തെ നിലയിലേക്ക് എത്തിയതിനെ ഞങ്ങൾ രാഹുൽ ദ്രാവിഡിനോട് കടപ്പെട്ടിരിക്കുന്നു. സഹായം ചെയ്ത ആരെയും ഞാൻ മറന്നിട്ടില്ല. സഞ്ജുവിനെതിരെ നടപടിയെടുത്ത സമയത്ത് ഞങ്ങളെല്ലാവരും സങ്കടപ്പെട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം സഞ്ജുവിന് രാഹുൽ സാറിൽ നിന്നൊരു കോൾ വന്നു. കരഞ്ഞുകൊണ്ടാണ് അന്ന് സഞ്ജു ഫോൺ എടുത്തത്. പക്ഷേ അതോടെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് വിശ്വനാഥ് പറയുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് അവസരം നൽകിയതിനെ ഹെഡ് കോച്ചായ ഗൗതം ഗംഭീറിനും T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും വിശ്വനാഥ് പ്രത്യേകം നന്ദിയും പറഞ്ഞു. ഗൗതം ഗംഭീറിലും സൂര്യകുമാർ യാദവിലും തങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും വിശ്വനാഥ് പറഞ്ഞു. നേരത്തെ സഞ്ജുവുമായി പ്രശ്നങ്ങളുള്ള ഒരുപാട് പേർ KCAയിലുണ്ടെന്നും ആ ക്യാമ്പ് നഷ്ടമായ ഒരേ ഒരാൾ സഞ്ജു അല്ലെന്നും വിശ്വനാഥ് സാംസൺ പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും T20 പരമ്പര കളിച്ച സഞ്ജു വിശ്രമം ആഗ്രഹിച്ചിരുന്നു. അതിനാണ് കുറച്ച് ദിവസത്തേക്ക് സഞ്ജു വിട്ടുനിന്നത്. എന്നാൽ രഞ്ജിയിലും മുഷ്താഖ് അലി ട്രോഫിയിലും സഞ്ജു പങ്കെടുക്കുകയും ചെയ്തു. വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ കളിക്കാനും അവൻ തയ്യാറായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം ക്യാമ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നതിൻ്റെ പേരിൽ സഞ്ജുവിനെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് വിശ്വനാഥ് ആരോപിക്കുന്നത്. പക്ഷേ വയനാട്ടിൽ നടന്ന പരിശീലന സെഷനിൽ പങ്കെടുക്കാത്ത കുറച്ചധികം താരങ്ങൾ നിലവിൽ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു മുമ്പും ഇന്ത്യൻ പര്യടനങ്ങൾക്കിടയിൽ സഞ്ജു വന്ന് കേരളത്തിന് വേണ്ടി കളിക്കാറുണ്ട്. പുറത്തുള്ള സംസ്ഥാനങ്ങളും ഇന്ത്യൻ താരങ്ങൾക്ക് ഈ ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ബാലിശമായ ഇടപെടൽ ചേർന്ന് നടത്തുകയായിരുന്നു എന്നാണ് വിശ്വനാഥ് സാംസൺ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കാത്തതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ടതാണ് സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള കലഹം. വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തതാണ് സഞ്ജുവിൻ്റെ അവസരം നഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുമ്പോൾ പ്രതിസ്ഥാനത്ത് വന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൂടിയായിരുന്നു. ഇതിനിടയിൽ സഞ്ജുവിൻ്റെ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ ആ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ അച്ഛൻ മാധ്യമങ്ങളോട് അധികം കാര്യങ്ങൾ പറയാത്തതാണ് സഞ്ജുവിൻ്റെ കരിയറിന് നല്ലതെന്ന് തോന്നുന്നു. നേരത്തെ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനമാകാം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കിയത്. കാരണം ഇപ്പോഴും കോഹ്ലിക്കും രോഹിത്തിനും ഇന്ത്യൻ ക്രിക്കറ്റിൽ നല്ല സ്വാധീനമാണുള്ളത്. അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് മകനായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും.